ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റിന്റെ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ 5 ലക്ഷം പാലസ്തീനികളെ ഏറ്റെടുക്കാമെന്ന് ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ. അങ്ങനെയാണ് പുറത്തു വരുന്നത്. ഇത് ആദ്യമേ തന്നെ രാവിലെ വൈനെറ്റ് ന്യൂസ് വിതൗട്ട് കൺഫർമേഷനിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വൈകുന്നേരം വാർത്ത വരുന്നത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. അതായത് 5 ലക്ഷം പാലസ്തീനികളെ ഞാൻ എടുത്തോളാം എന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് വളരെ മാന്യമായിട്ട് നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോയി താമസിക്കുന്നു പറയുമ്പോഴത്തേക്കും ആർക്കും പോയി താമസിക്കാൻ വയ്യ. ആർക്കും പോയി താമസിക്കാൻ വയ്യ എന്നല്ല, അവിടുത്തെ പകുതി മുക്കാൽ ജനങ്ങൾക്കും പൊതുജനങ്ങൾക്ക് അവിടെ നിന്ന് മാറിപ്പോയി താമസിക്കാൻ നല്ല താല്പര്യമുണ്ട്. ആരെങ്കിലും ബോംബ് വീഴുന്നതിന്റെ കീഴിൽ താമസിക്കാൻ താല്പര്യപ്പെടുമോ? ഒരിക്കലുമില്ല. അവരവരുടെ മക്കളെ വിളിച്ചോണ്ട് പോയി താമസിക്കാൻ തന്നെയാണ് താല്പര്യം. പക്ഷെ അവിടെ ഹമാസിനെ പേടിച്ചിട്ടാണ് ഇവരിങ്ങനെ ഇരിക്കുന്നത്. ഈ ഹമാസ്, ഈ തീവ്രവാദികളാണ് അവരെ അവിടെ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കാത്തത്. കാരണം അവർക്ക് ഒരു ഷീൽഡായിട്ട്, ഒരു മറയായിട്ട് ഈ ജനങ്ങളെ അവിടെ ആവശ്യമുണ്ട്. പൊതുജനങ്ങളെ വെച്ചുകൊണ്ടാണ് അവിടെ ഇവർ ഈ മൊത്ത കളി നടത്തുന്നത്. കാരണം ഈ പൊതുജനങ്ങൾ ഉണ്ടെങ്കിലാണ് ഇവർക്ക് ഷീൽഡ്. ഇവർക്ക് ഈ പൊതുജനങ്ങളുടെ ഉള്ളിൽ ഒളിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇവർക്ക് ഈ ഒരു IDF ആക്രമണമൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് ഇവർക്ക് പുറത്തു വരികയും ചെയ്യാം. ഞാൻ കാണിക്കുന്ന ഒരു ഇമേജ് നിങ്ങൾ കണ്ടല്ലോ. ഈ ഇമേജ് വേറെ ഒന്നുമില്ല, ഗാസയിൽ ഇസ്രായേൽ രണ്ടാമത്തെ ആക്രമണം തുടങ്ങിയതിനു ശേഷം ഇത് IDF ഗ്രൗണ്ട് ഓപ്പറേഷന് ഇറങ്ങിയതോടുകൂടി അവിടുത്തെ ആൾക്കാർ ഇതേപോലെ കെട്ടും കെട്ടി അങ്ങ് ഇറങ്ങി പോവാണ്. ഇപ്പൊ അബ്ദുൽ ഫത്താഹ് അൽ സിസി നിർബന്ധിതനായി, കാര്യം വേറെ ഒന്നുമില്ല, ഈ ആക്രമണം ഗാസയിൽ ഈ IDF ഗാസയ്ക്കുള്ളിൽ തകൃതിയായിട്ടുള്ള എയർ സ്ട്രൈക്ക് തുടങ്ങിയത് കൊണ്ട് തന്നെ ആൾക്കാർ വേറെ എവിടെ പോകാനാണ്? ഈ റഫ ബോർഡർ തുറന്നു കൊടുത്താൽ ഇവർ മൊത്തം ഈജിപ്തിലോട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പൊ അവിടെ സ്ട്രൈക്കും, ഇപ്പൊ അവിടെ ഒരു ബഹളവും ഇല്ല. അതായത് അവരെ സ്വമേധയാ നിങ്ങൾ നല്ല രീതിയിൽ നല്ല കുട്ടികളായിട്ട് പൊക്കിയോ, ഞങ്ങൾ ആക്രമണം ഒന്നും നടത്തുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പോകണ്ട. ഈജിപ്ത് ബോർഡറിൽ അവിടെ പ്രതിരോധവും പ്രതിഷേധവുമായിരുന്നു. അവിടെ കൊടിയും പൊക്കിക്കൊണ്ട് അവിടെ വന്ന് നിന്ന് പാലസ്തീനികളെ കയറ്റൂല എന്ന് പറഞ്ഞുള്ള അവസ്ഥയായിരുന്നു അവിടെ. ഇപ്പൊ അതാ നിരുപാധികം ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒന്നും തടയാനില്ല, പറയാനില്ല. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇസ്രായേൽ അവിടെ IDF വീണ്ടും ശക്തമായി പ്രതികരിക്കും. ആ പ്രതികരിക്കുമ്പോഴത്തേക്കും ഇവരെ സ്വമേധയാ ഇറങ്ങി പോകുമെന്ന് പറഞ്ഞത് ഇതാണ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത്. ഇനിയിപ്പോ ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഇന്ന് രാവിലെ തന്നെ ഷിൻബെറ്റിന്റെ നേതാവായിട്ടുള്ള റോണൻ ബാറിനെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവുമായിട്ടാണ് നെസറ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. പക്ഷെ അതേസമയം മനസ്സിലാക്കേണ്ട കാര്യം, കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടു. അങ്ങനെ കോടതി താൽക്കാലികമായിട്ട് ആ ഉത്തരവ് സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ റോണൻ ബാറിന് ഇപ്പം നിലവിൽ കോടതിയുടെ ആ ഒരു സ്റ്റേ ഓർഡറിന്റെ ബലത്തിൽ തുടരാം. അതാണ് അതിന്റെ ശരിയായ ഒരു രീതി. അതിലുപരിയായിട്ട് ഈ ഭരണകക്ഷി അവർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ കോടതി ഉത്തരവിനെ മാനിക്കുന്നുണ്ട്, കുഴപ്പമില്ല, ഞങ്ങൾ ലീഗലി തന്നെ നേരിട്ട് ഇതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു നടപടിക്രമത്തിലോട്ട് മുന്നോട്ട് പോകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, ഈ റോണൻ ബാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രതിപക്ഷം, അവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇതിനകത്ത് ഇടപെടുന്നത്. ഈ പ്രതിപക്ഷമാണ് ഏറ്റവും കൂടുതൽ ഈ പ്രൊട്ടസ്റ്റും റാലിയും ജെറുസലേമിൽ 2 ദിവസമായിട്ട് ഈ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ അവരാണ് ഈ കോർഡിനേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഒരു ഓപ്പോസിറ്റ് പാർട്ടിക്കും അതുപോലെ തന്നെ റൂളിംഗ് പാർട്ടിക്കും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് അവർ ആ രീതിയിൽ തന്നെ അവിടെ അവർക്ക് അവരുടേതായിട്ടുള്ള സപ്പോർട്ടേഴ്സ് ഉണ്ട്. ആ സപ്പോർട്ടേഴ്സിനെ വെച്ചുകൊണ്ട് തന്നെയാണ് രണ്ടുപേരും മുന്നോട്ട് പോകുന്നത്. ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ അപ്സ് ആൻഡ് ഡൗൺ എപ്പോഴും നടക്കും. അപ്പൊ അത് തീർച്ചയായിട്ടും പുറത്ത് അറിയും എന്നുള്ളതാണ്. അല്ലാതെ ഒരു തീവ്രവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ രാജകീയ ഭരണം നടക്കുന്ന ഒരു സംവിധാനമല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഹിഡൻ സീക്രട്സ് ഒന്നുമില്ല. ഇതാണ് അവിടുത്തെ ഇസ്രായേലിന്റെ ഉള്ളിലെ പൊളിറ്റിക്കൽ സ്റ്റേച്ചർ. ഇതായത് ഇപ്പം ഈ ആഴ്ച നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ ചൊല്ലി നമ്മൾ 3 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അതായത് റോണൻ ബാറും അതായത് ഷിൻബെറ്റും മൊസാദും ചെയ്ത കാര്യങ്ങൾ എന്തായിരുന്നു, ഷിൻബെറ്റിന്റെ ലീഡറിനെ പുറത്താക്കാനുള്ള നടപടിക്ക് പിന്നിൽ എന്താണ് ശരിയായ കാരണം എന്നുള്ളത് നമ്മൾ 3 ആഴ്ചയ്ക്ക് മുമ്പ് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്യാം. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് ഈ ഷിൻബെറ്റ് കാണിച്ച ഒരു വീഴ്ച എന്നുള്ളത്. വളരെ വ്യക്തമായിട്ട് തന്നെ 3 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് മറ്റുള്ള മാധ്യമങ്ങളിൽ ഇത് ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മൾ 3 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ മിയാറ എന്ന് പറഞ്ഞ അറ്റോർണി ജനറലിനെ എടുത്തു കളയാനുള്ള സംവിധാനം നോക്കുന്നുണ്ടെന്നുള്ളത്. ഇതാ വരുന്ന ഞായറാഴ്ച അവർക്കെതിരെ നെസറ്റില് വിശ്വാസ വോട്ടെടുപ്പ്, അതായത് നോ കോൺഫിഡൻസ് മോഷൻ, അത് നടത്താൻ വേണ്ടി ഇരിക്കുകയാണ്. ഞായറാഴ്ച അറിയാം ഈ ഒരു AG അറ്റോർണി ജനറൽ ആയിട്ടുള്ള മിയാറ എന്ന് പറഞ്ഞ ആ ഒരു ലേഡി ഇനി അതിൽ തുടരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഞായറാഴ്ച തീരുമാനമാവും. അവരെ ചൊല്ലി ഒരു വീഡിയോ ഞാൻ ഇന്നലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, അവരുടെ ഏതൊക്കെ കാര്യങ്ങൾ അവർ ഇടപെടുന്നു എന്നുള്ളത്. ആ വീഡിയോയും നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. പലരും ഈ ഒരു കമന്റിൽ ഈ ഹഗിയ സോഫിയ എന്ന് പറഞ്ഞ ആ ഒരു നിലവിൽ ഇപ്പൊ ഈ മോസ്ക് ആയിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ചർച്ചിനെ കുറിച്ച് പറയുകയുണ്ടായി. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. ഈ ചരിത്രപരമായിട്ടുള്ള വീഡിയോകളിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്ത് പോയിട്ടുള്ളതാണ്. ഈ ഒരു ബൈസാന്റൈൻ എന്ന് പറയുന്നതും ഈ കോൺസ്റ്റാന്റിനോബിൾ എന്താണെന്നുള്ളതും, ഈ ഇസ്താൻബുളിന്റെ പേരായിരുന്നു കോൺസ്റ്റാന്റിനോബിൾ. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വളരെ വിശദമായ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പറയാൻ ഉദ്ദേശിച്ചത് എർദോഗന്റെ ഇന്റർഫെയർ,
അത് എർദോഗൻ ഇടപെടുമ്പോഴത്തേക്കും അത് എന്തായിരുന്നു, അതാണ് നമ്മൾ ആ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഞാൻ ഹഗ്യ സോഫിയയുടെ ചരിത്രം പറയാനല്ല ആ വീഡിയോ ചെയ്തത്. എർദോഗന്റെ ഇടപെടൽ വരുമ്പോഴത്തേക്കും അവിടെ ഇതൊരു മ്യൂസിയം ആയിരുന്നു, അതാണ് വസ്തുത. അതാണ് കോണ്ടെക്സ്റ്റ്. ആ കോണ്ടെക്സ്റ്റിൽ നിന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പേര് അതിനെക്കുറിച്ച് കമന്റ് ഇട്ടത് കൊണ്ടാണ് ഞാൻ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരുന്നത്. ഇപ്പൊ നമ്മൾ തിരിച്ച് പാലസ്തീനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഈ ട്രംപ് ആയിക്കോട്ടെ നെതന്യാഹു ആയിക്കോട്ടെ, ഇതെന്തുകൊണ്ടാണ് ഇവര് ഈജിപ്തിലേക്കും ജോർദാനിലേക്കും ഈ രണ്ട് ആൾക്കാരെയും എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലി അതാണ് ശരി. കാരണം ഈ PLO എന്ന് പറഞ്ഞ പാലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയ സമയത്ത് അവിടെ പാലസ്തീൻ ഇല്ല കേട്ടോ. അത് നിങ്ങൾ ആദ്യം ഓർത്ത് വെച്ചോണം. ഈ ഗാസ എന്ന് പറയുന്നത് ഈജിപ്തിന്റെ അണ്ടറിലുള്ള സ്ഥലമായിരുന്നു, അതും പാലസ്തീൻ അല്ല. ഓക്കെ, ഗാസ എന്ന് പറയുന്നത് ഈജിപ്തിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഈ ജോർദാൻ ഇടപെട്ട് ജോർദാനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമായിരുന്നു വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ വെസ്റ്റ് ബാങ്കും പാലസ്തീൻ അല്ല. ഏത് PLO ഉണ്ടാക്കുന്ന സമയത്ത് ഇവർ പാലസ്തീനിയൻ ലിബറേഷന് വേണ്ടിയിട്ട് അവിടെ ഈ ഒരു സംഘടന രൂപീകരിക്കുന്ന സമയത്ത് അവിടെ പാലസ്തീൻ ഇല്ല, അവിടെ ഇസ്രായേൽ മാത്രമേ ഉള്ളൂ. അത് ആദ്യം മനസ്സിലാക്കിക്കോണം. ഈജിപ്ത് പിടിച്ചു വെച്ചിരുന്ന സ്ഥലമായിരുന്നു, അതേപോലെ തന്നെ ജോർദാൻ പിടിച്ചു വെച്ചിരുന്ന സ്ഥലമായിരുന്നു വെസ്റ്റ് ബാങ്ക്. ലിറ്ററലി അവിടെ ജോർദാനും ഈജിപ്തുമാണ് ഉണ്ടായിരുന്നത്, അല്ലാതെ അവിടെ പാലസ്തീൻ ഇല്ലായിരുന്നു. അപ്പൊ എവിടെയാണ് പാലസ്തീൻ? ഇനിയിപ്പോ ആരാണ് പാലസ്തീനി? എവിടെയാണ് പാലസ്തീനി? പാലസ്തീനികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പാലസ്തീനികൾ എന്ന് പറഞ്ഞാൽ അറബ്സ് ആണ്. അറബ് എന്ന് പറയുന്നത് എത്തനിസിറ്റിയാണ്. ഈ അറബ്സ് എന്ന് പറയുന്നത് പാലസ്തീനിൽ മാത്രമേ ഉള്ളൂ? അറബ്സ് എന്ന് പറയുന്നത് പാലസ്തീനിൽ മാത്രമല്ല. അറബ്സ് എന്ന് പറയുന്നത് ഈ കണ്ട അറബ് രാജ്യങ്ങൾ മൊത്തം കിടക്കുന്ന എല്ലാ അറബ്സ് ആണ്. അപ്പൊ അറബ്സ് എന്ന് പറയുന്നത് എത്തനിസിറ്റിയാണ്, അല്ലാതെ പാലസ്തീൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സംഭവമേ ഇല്ല എന്നുള്ളതാണ്. അത് ആദ്യം മനസ്സിലാക്കിക്കൊള്ളുക. പിന്നെ ഈ പറയുന്ന രീതിയിൽ ഈ യഹൂദന്മാർക്കെതിരെയുള്ള ഈ ഒരു പടപൊരുതാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ മൊത്തം സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നത്, അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. അപ്പൊ വളരെ വ്യക്തമാണ്, നിങ്ങൾ ജോർദാനിലോട്ടും ഈജിപ്തിലോട്ടും പൊയ്ക്കോ എന്ന് ട്രംപ് പറഞ്ഞത് വളരെ വളരെ 100% ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇപ്പൊ അതിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. ആൾക്കാർ സ്വമേധ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആൾക്കാർക്ക് കുതിരവണ്ടിയുണ്ട്, ചില ആൾക്കാർക്ക് കഴുതയുടെ മറ്റേ ഡോങ്കി വെഹിക്കിൾ ഉണ്ട്. അപ്പൊ അതിലൊക്കെ തന്നെയാണ് ഇപ്പൊ പോകുന്നത്. എല്ലാവരും കെട്ടും കെട്ടി ഇറങ്ങി പോവാണ്. അതായത് ട്രംപിന്റെ ഓഫീസ് പറയുന്നത് ഇതിന് ഒരു സോളിഡ് സൊല്യൂഷൻ വേണം എന്നാണ് പറയുന്നത്. സോളിഡ് സൊല്യൂഷൻ. ട്രംപിന്റെ വൈറ്റ് ഹൗസ് ആണ് പറഞ്ഞിരിക്കുന്നത് സോളിഡ് സൊല്യൂഷൻ. ഇതിനകത്ത് ഒരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടായേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എവിടെ വേണേലും മാറ്റി താമസിച്ചോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, സൊല്യൂഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഹമാസ് തീർച്ചയായിട്ടും ഈ ഗാസ റൂൾ ചെയ്യാൻ പോകുന്നില്ല, ഗാസയെ ഫുൾ ആൻഡ് ഫുൾ സീസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ഗട്സ് ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഗാസയെ ഫുൾ ആൻഡ് ഫുൾ സീസ് ചെയ്യാന്നുള്ളതാണ്. അതായത് എവിടെയൊക്കെ ക്യാപ്ചർ ചെയ്യുന്നോ, ഇനി അറ്റാക്ക് ചെയ്ത് റൗണ്ട് ചെയ്ത് അറ്റാക്ക് ചെയ്ത് അങ്ങനത്തെ പരിപാടിയില്ല. ഇനി അറ്റാക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ ഫുൾ ആൻഡ് ഫുൾ ക്ലീനപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ മൊത്തം കൈപ്പറ്റുക എന്നുള്ളതാണ്. സീസ് ചെയ്യാനാണ് ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗാസയുടെ ഭാഗത്തുനിന്ന് റോക്കറ്റ് ആക്രമണം ഇന്നലെ തൊട്ട് വീണ്ടും ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കുറെ നാൾക്ക് ശേഷം ഇപ്പൊ വീണ്ടും റോക്കറ്റ് വരുമ്പോഴത്തേക്കും ഇസ്രായേലിന്റെ ഉള്ളിൽ പാനിക് സിറ്റുവേഷൻ ഉണ്ടായി വെച്ചാൽ യെസ് ഉണ്ടായി. നേരം വെളുക്കുമ്പോൾ 3 മണിക്ക് 4 മണിക്കൊക്കെ ആൾക്കാർ ഉണർന്നു. എല്ലാവരും തന്നെ വീണ്ടും ഇസ്രായേലിന്റെ ഉള്ളിൽ ആൾക്കാരെല്ലാം ബങ്കറിന്റെ ഉള്ളിൽ സ്ഥിരതാമസമാക്കാനുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ ക്രിയേറ്റ് ആയിരിക്കുന്നത്. രാജ്യം അവരെ സേഫ്റ്റിക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റും പ്രാധാന്യം കൊടുത്ത് തന്നെയാണ് അവിടുത്തെ കൺസ്ട്രക്ഷൻ തന്നെ ഉള്ളത്. റോഡ് സൈഡിലായിക്കോട്ടെ, ബസ് സ്റ്റാൻഡുകളുടെ അടുത്തായിക്കോട്ടെ, വീടുകളുടെ ഉള്ളിലായിക്കോട്ടെ, എല്ലാ സ്ഥലങ്ങളിലും ബങ്കർ ഇൻബിൽഡഡ് ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ബങ്കറിന്റെ ഉള്ളിൽ പോയി. അലേർട്ട് സിസ്റ്റം ഉണ്ട്. യമന്റെ സൈഡിൽ നിന്ന് ഇന്നലെ 3 മണിക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. നെഗേവിന്റെ ഭാഗത്താണ് യമൻ അറ്റാക്ക് നടത്താൻ ശ്രമിച്ചത്. അതുപോലെ അഷ്കലോന്റെ ഭാഗത്താണ് ഗാസയിൽ നിന്നുള്ള ആക്രമണം വന്നത്. ഇസ്രായേലിന്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ സേഫ് ആണ്. വന്ന മിസൈലുകളെല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്നുള്ളത്. പിന്നെ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഹൂത്തികളെ മറന്നേക്കൂ, നിങ്ങൾ ഹൂത്തികളുടെ കാര്യത്തിലേക്ക് ഇപ്പൊ ഇടപെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഗാസയുടെ കാര്യം വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ, അതാണ് നല്ലത്. ഹൂത്തികളുടെ കാര്യം ഞങ്ങൾ ഏറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് സെൻകോമാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞ വിഷയം ഇതാണ്: ഹൂത്തികളുടെ മേളിൽ ശരിക്കും സനാ ഭാഗത്ത് അണ്ടർഗ്രൗണ്ട് അമ്യൂണിഷൻ സ്റ്റോറേജ് 6 യൂണിറ്റ് അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഇവർ അണ്ടർഗ്രൗണ്ടിൽ ഈ ആയുധങ്ങൾ പൂഴ്ത്തി വെക്കുന്ന ഇവരുടെ സ്റ്റോറേജ്, ആ സ്റ്റോറേജ് ആണ് അടിച്ചിരിക്കുന്നത്. ഇത് യമന്റെ മേളിൽ നടക്കുന്ന ബോംബിംഗ് എന്ന് പറഞ്ഞാൽ ചില്ലറ ബോംബിംഗ് അല്ല കേട്ടോ. B2 ബോംബർ കൊണ്ടാണ് അവിടെ ബോംബിടുന്നത്. വളരെ ശക്തമായ ആക്രമണമാണ്. അത് നമുക്ക് പറയാതെ പോകാൻ വയ്യാന്നുള്ളതാണ്. ആ രീതിയിലാണ് യമനികൾ വെറുതെ ഇങ്ങനെ പത്രസമ്മേളനം നടത്തി അത് വിളിച്ചു പറയുന്നുള്ളൂ. അവിടെ പത്രസമ്മേളനമൊന്നുമില്ല, ഇവരുടെ പത്രത്തിൽ നിൽക്കുന്ന പോലെയുള്ള ഇമേജ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവർ ഇന്റർണലി തന്നെ ഈ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രകാരമാണ് ശരിക്കും ഇതിങ്ങനെ പത്രത്തിൽ ഇങ്ങനെ പല പത്രങ്ങളിൽ അടിച്ചു വരുന്നത്. ഹൂത്തികൾ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, അവര് മിസൈൽ വിട്ടപാടെ ആക്രമിച്ചു നമ്മൾ അറ്റാക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ അവർ വിടുന്ന മിസൈൽ ഒന്നും എവിടെയും എത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. അപ്പൊ എന്തായാലും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം തന്നെ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.